ഹായ് ഫ്രണ്ട്സ്, ടെക്ഓൺ ടെക്നോളജീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മൾ എന്താണ് നിർമ്മിക്കാൻ പോകുന്നതെന്ന് തുടക്കത്തിൽ തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോ നമ്മുടെ വീടുകളിലൊക്കെ ഇതേപോലത്തെ ഫ്ലൂറസന്റ് ട്യൂബുകൾ ഫ്യൂസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കിയിടാറാണ് പതിവ്. അപ്പൊ അങ്ങനെയുള്ള ട്യൂബിനെ ഒന്ന് മാറ്റി ഒരു ഡെക്കറാക്കി മാറ്റുകയാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബേസും കാര്യങ്ങളൊക്കെ നമ്മൾ 3D പ്രിന്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫ്ലൂറസന്റ് ട്യൂബ് അത് നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഡെക്കറിന് വേണ്ടി റെഡിയാക്കി എടുത്തു. അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ട്യൂബ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ എഡ്ജിലുള്ള കവറിങ് ആദ്യം റിമൂവ് ചെയ്യണം. ശേഷം അതിന്റെ എഡ്ജ് ഭാഗം ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ട്യൂബ് അവിടെ ബ്രേക്ക് ആവുന്നതാണ്. അതിനുശേഷം അതിന്റെ ഉൾവശത്തേക്ക് നമുക്ക് കുറച്ച് മണല് ഇട്ടുകൊടുക്കാം. മണലിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ട്യൂബിന്റെ ഉള്ളിലുള്ള ഫ്ലൂറസന്റ് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് മണല് നമുക്ക് ആദ്യം അതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. മണലിട്ടതിനു ശേഷം അതിന്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ആ മണലും വെള്ളവും കൂടെ ആ ട്യൂബിന്റെ ഉൾവശത്തൂടെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക. അപ്പോൾ അതിന്റെ ഉള്ളിലുള്ള ആ ഫ്ലൂറസന്റ് ക്ലീൻ ആവുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഈ ക്ലീൻ ചെയ്ത മിക്സ് നമ്മൾ നേരിട്ട് മണ്ണിലേക്ക് ഒഴിച്ചു കളയരുത്. അപ്പോൾ അതൊരു പഴയ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ഇങ്ങനെ 2-3 തവണ ചെയ്ത് ആ ഫ്ലൂറസന്റ് മുഴുവനായി പോയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ആ ട്യൂബിനെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. നമ്മൾ പൊട്ടിച്ച ആ ഒരു എഡ്ജ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നതിനായിട്ട് സാൻഡ് പേപ്പറിലൊന്ന് ഉരക്കുകയാണ്. സാൻഡ് പേപ്പറിൽ ഉരച്ച് ആ ഒരു എഡ്ജ് അത്യാവശ്യം ക്ലീൻ ആക്കി നമ്മൾ എടുക്കുകയാണ്. അതുപോലെ തന്നെ ട്യൂബിന്റെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ഓപ്പൺ ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ആ ഭാഗവും നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാം. നമുക്ക് ആ ട്യൂബിനെ നമ്മൾ 3D പ്രിന്റ് ചെയ്ത ആ ഒരു ബോഡിയിലേക്ക് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുക അറാൾഡേറ്റ് ആണ്. അപ്പൊ അറാൾഡേറ്റ് നമുക്ക് മിക്സ് ചെയ്ത് ആ ട്യൂബിനെ ആ ഒരു 3D പ്രിന്റർ പാർട്ടിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ അക്വേറിയത്തിൽ നമ്മൾ എയർ ബബിൾസ് വരുന്നതിന് വേണ്ടിയിട്ട് മോട്ടറിന്റെ എഡ്ജിൽ ഇട്ട് കൊടുക്കുന്ന ഒരു ബോളാണ്. നമുക്ക് ആ ഒരു ബോള് നമ്മുടെ 3D പ്രിന്റ് ചെയ്തെടുത്ത പാർട്ടിന്റെ സെന്ററിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അറാൾഡേറ്റ് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ സെന്ററിലെ ഹോളിൽ അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ട്യൂബിന്റെ എഡ്ജിൽ മുഴുവനായിട്ട് അറാൾഡേറ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ 3D പ്രിന്റർ പാർട്ടിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് അതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. മാക്സിമം ആ ഒരു ക്യാവിറ്റി ഫിൽ ആവുന്ന രീതിയിലാണ് അറാൾഡേറ്റ് ഇട്ടിട്ടുള്ളത്. അതായത് നമ്മൾ അതിന്റെ ഉള്ളിൽ വെള്ളം നിറക്കുന്ന സമയത്ത് ലീക്ക് വരാത്ത രീതിയിൽ നമ്മൾ അറാൾഡേറ്റ് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അറാൾഡേറ്റ് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് സെറ്റ് ആവുന്നതാണ്. നമ്മൾ ഈ ട്യൂബിൽ വെള്ളം നിറക്കുന്നത് കൊണ്ട് നമുക്ക് മാക്സിമം അത് വാട്ടർ ടൈറ്റ് ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ നേരം അത് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പൊ നമ്മുടെ ഗമ്മ് സെറ്റ് ആവുമ്പോഴേക്ക് നമുക്ക് ഇതിന്റെ ലൈറ്റ് വർക്കുകളൊന്ന് ചെയ്തു വെക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയതുപോലെ തന്നെയുള്ള മൾട്ടി കളർ LED നമ്മൾ ഇതിന്റെ മേക്കിങ്ങിനും ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്ട്രിപ്പിലേക്ക് 4 വയറുകൾ നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ട്രിപ്പ് ഈ ഒരു ബോഡിയുടെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കണം. നമ്മളിവിടെ ഒരു പഴയ സ്ട്രിപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കിൽ ഗമ്മ് പോയിട്ടുണ്ട്. അപ്പൊ അത് ഒട്ടിച്ചു കൊടുക്കുന്നതിനായിട്ട് നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഇതിന്റെ ഉൾവശത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു LED സ്ട്രിപ്പ് നമുക്ക് അതിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അത് കറക്റ്റ് ആയിട്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ ടോപ്പ് കവർ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ മൾട്ടി കളർ LED സെറ്റപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ കണക്ഷൻസ് നമ്മുടെ ഡ്രൈവർ ബോർഡിലേക്ക് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം.
അപ്പൊ ഗായ്സ് നമ്മുടെ അറാൾഡേറ്റ് നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ എയർ കൊടുക്കാനുള്ള പൈപ്പും അറാൾഡേറ്റ് ഇട്ടിട്ട് എയർ ടൈറ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ LED സെറ്റ് ചെയ്തിരിക്കുന്ന 3D പ്രിന്റഡ് പാർട്ട് ആ ട്യൂബിനുള്ളിലൂടെ കടത്തി താഴോട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് ആ ഡ്രൈവർ ബോർഡിനെ നമ്മുടെ 3D പ്രിന്റഡ് പാർട്ടിൽ ഒന്ന് ഗം ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഡ്രൈവർ ബോർഡ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റിസീവർ, നമ്മുടെ റിമോട്ടിന്റെ റിസീവർ നമുക്ക് ഒന്ന് പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഈ ഒരു ഹോളിലൂടെ വെക്കാം. അപ്പൊ നമ്മുടെ താഴത്തെ ഏകദേശം കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ 2 3D പ്രിന്റഡ് പാർട്ടും കൂടെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പൈപ്പിന്റെ മറ്റേ ഭാഗം നമ്മുടെ മോട്ടറിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ട്യൂബിന്റെ ഉൾവശത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ ഇതിൽ കുറച്ച് ഗിൽറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ അതിന്റെ ഉള്ളിൽ നിന്ന് ഓടി കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഗ്ലിസറിൻ ഒഴിച്ചതിന് ശേഷമുള്ള ബാക്കിയുള്ള ഭാഗം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഗിൽറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ 3D പ്രിന്റ് ചെയ്ത് വെച്ചിരുന്ന അതിന്റെ ഒരു ടോപ്പ് കവർ ഉണ്ട്, അത് നമ്മൾ അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഗൈസ് നമ്മുടെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ മോട്ടർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ബബിൾസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഗിൽറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ആവാൻ സമയമെടുക്കും. ആ മിക്സ് ആയതിനു ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിന്റെ ഒരു വിഷ്വൽ എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇനി ഇതിന്റെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ലുക്ക് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു കുറച്ച് ഇരുട്ടുള്ള സ്ഥലത്തേക്ക് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുപോവാണ്. നമ്മൾ ഒരു ട്യൂബ് ഉപയോഗിച്ചുണ്ടാക്കിയ ഡെക്കർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലോക്കിന്റെ വീഡിയോയിൽ ഒരു കോൺടെസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു. അപ്പൊ അതവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഇനി കമന്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് പേരും ഫോൺ നമ്പറും കമന്റ് ചെയ്യുക. ഇനി ആരെങ്കിലും ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഈസ് മീ റാഷിദ് ഫ്രം TechOne Technologies.